morning, students. We will discuss the roof, different types of roofs, types of roof in the parts. Now we discuss roof covering materials. Roof coverings, different types of roof covering. That's the advantages, that's the requirement, and water weatherproofing techniques. We will discuss. Normally, we roof covering for a pitched roof. Roof in the roof covering depend on the selection process depend it depends upon the climatic condition. Heavy rain weather proofing water proofing material roof covering fabrication facility easy to fabricate local market available tools masons workman name easy to fabricate roof materials use availability of materials, that is an important thing. Availability easily available materials roof covering affordability of the owner affordability price cost അതും കൂടെ ഇതിൽ വരുന്നുണ്ട്. നമുക്കറിയാം ഈ ഒരു ടൈപ്പുകളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഓൾ ടൈപ്പ് ഓഫ് റൂഫ്സിന്റെ കവറിങ്സ് ആണ്. ഇപ്പൊ നമ്മളെല്ലാം റെയിൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ് സ്ലാബ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് നേരത്തെ ഉണ്ടായിരുന്ന കേസുകളാണ്. പിച്ചർ റൂഫ്, നമ്മുടെ നാട്ടിൽ കാണുന്ന ഓട് ടൈൽഡ് റൂഫുകൾ അല്ലെങ്കിൽ താച്ച്, അതുപോലെയുള്ള സാധനങ്ങൾ പഴയ മെറ്റീരിയൽസിന്റെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫ്ലാറ്റ് സ്ലാബ്, RCC റെയിൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ് സ്ലാബുകളുടെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ മെയിൻ ആയിട്ട് വരുന്ന ടൈപ്പുകൾ എന്ന് പറയുന്നത് താച്ച്, ഷിംഗിൾ, ടൈൽസ്, സ്ലേറ്റ്സ്, AC ഷീറ്റ്സ്, GI ഷീറ്റ്സ്, അലൂമിനിയം ഷീറ്റ്സ് ആൻഡ് PVC ഷീറ്റ്. ഇത് ഓരോന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിനു മുന്നേ ജസ്റ്റ് ഒന്ന് പറയാം. താച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓല മേഞ്ഞ വീടുകൾക്ക്, ഓല അല്ലേ, അതാണ് ആക്ച്വലി താച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. നാട്ടിൽ പഴയ ടൈപ്പ് ഓല മേഞ്ഞ വീടുകൾക്കാണ് താച്ച്. ഷിംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വുഡൻ പീസ്, വുഡൻ മാത്രം ആവണമെന്നില്ല, ചെറിയതായിട്ടുള്ള പ്ലാങ്കുകൾ, കനം കുറഞ്ഞ റെക്ടാങ്കുലർ ആയിട്ടുള്ള പീസുകളാക്കിയിട്ട് ചെറിയ പീസുകൾ അതിനെ ഒന്നിന് മുകളിൽ ഒന്ന് ജസ്റ്റ് ഓവർലാപ്പ് ചെയ്ത് വരുന്ന രീതിയിൽ വെക്കുന്നതാണ് ഷിംഗിൾ എന്ന് പറയുന്നത്. അത് പ്രത്യേക ടൈപ്പ് ഒരു കൺസ്ട്രക്ഷൻ നമ്മുടെ നാടുകളിൽ അധികം കാണാറില്ല. വേറെ പല റെയിനി വെതർ കുറവുള്ള സ്ഥലങ്ങളിൽ, അതായത് ഡ്രൈ ലാൻഡുകളിലാണ് ഇത്തരം ഷിംഗിൾസുകൾ യൂസ് ചെയ്യാറുള്ളത്. പിന്നീട് ടൈൽസുകൾ. ടൈൽസ് എന്ന് ഉദ്ദേശിച്ചത് നമ്മള് നോർമലി ഇവിടെ കാണുന്ന ക്ലേ ടൈലുകൾ അല്ലെ, ക്ലേ ടൈലുകളാണ്. അത് ഒരുപാട് ടൈലുകൾ ഉണ്ട്, ബ്രൗൺ ഇൻ കളർ. നമുക്കറിയാം ഒരുപാട് നിങ്ങളുടെ പഴയ ഓടിട്ട വീടുകളുടെ താഴെ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പാറ്റന്റ് ടൈൽസ്, മാംഗ്ലൂർ പാറ്റേൺ അല്ലെങ്കിൽ പാറ്റന്റ് ടൈൽസ് കൊടുത്തിട്ടുണ്ടാവും. ഇത് ഓരോ ടൈലും ഓരോ ഷേപ്പാണ്. അതിന്റെ ഡ്രൈനേജ് ഡിച്ചുകൾ, അതായത് ചെറിയ ചാലുകൾ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ ഡിഫറെന്റ് ആണ് അല്ലെ. ഓരോ കമ്പനിക്കും ഓരോ ഡിഫറെന്റ് ആണ്. ഓരോന്നിനും ഓരോ പാറ്റന്റുകൾ എടുത്തിട്ടുണ്ടാവും. നമുക്ക് ജനറലി ഫേമസ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് മാംഗ്ലൂർ പാറ്റേൺ ടൈൽസ്. ഓക്കെ. ഇനി സ്ലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡിമെന്ററി റോക്ക് ആണ്. ഈ സെഡിമെന്ററി റോക്കിൽ നിന്നും അതിന്റെ ഓരോ പാളികൾ അടർത്തി എടുത്തിട്ട് കനം കുറഞ്ഞ, നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന സ്ലൈറ്റ് ഇല്ലേ, സെയിം മെറ്റീരിയൽ, നമ്മൾ ആ സെയിം മെറ്റീരിയൽ അതിന്റെ ഗ്രേ കളറുള്ള ആ സാധനങ്ങൾ ഉപയോഗിച്ച് റൂഫ് ചെയ്യുന്നതാണ് സ്ലൈറ്റ് റൂഫിംഗ് എന്ന് പറയുന്നത്. സ്ലൈറ്റ്സ് റൂഫിംഗ് മെറ്റീരിയൽ സ്ലൈറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ടൈപ്പ് നോർത്തേൺ സ്റ്റേറ്റ്സിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം. ഹിമാചൽ തുടങ്ങിയ ഏരിയകളിൽ ഹൈ ആൾട്ടിറ്റ്യൂഡുള്ള ഏരിയകൾ, പ്രത്യേകിച്ച് മഞ്ഞുവീഴ്ചയുള്ള ഏരിയകളിലൊക്കെ ഇത്തരം ഇത് കോമൺ ആണ്. അത് പഴയ വീടുകൾക്ക്, ചെറിയ ഹട്ടുകൾക്കൊക്കെ ഇത്തരം സ്ലൈറ്റ്സ് കൊണ്ടുള്ള റൂഫ് കവറിങ് അവിടെ കോമൺ ആണ്. കാരണം അവിടെ റെഡിലി അവൈലബിൾ ആണ് ഈ സെഡിമെന്ററി റോക്കുകൾ. ഓക്കെ. ലെയർ ആയിട്ടായിരിക്കും ആ റോക്കിന്റെ പ്രത്യേകത തന്നെ അതാണ്. അതിന്റെ ഓരോ ലെയർ ആയിട്ടായിരിക്കും അതിന്റെ റോക്ക് കാണപ്പെടുക. ആ ഒരു പാറ അതിന് അടർത്തി എടുത്തിട്ട് അത് പ്രത്യേക ഷേപ്പിലാക്കി റൂഫിൽ അടുക്കി വെച്ചിട്ട് കാണാൻ പറ്റും. അത് നല്ലൊരു രസമാണ് കാണാൻ. ഇനി AC ഷീറ്റ്സ് എന്താ? ആസ്ബെസ്റ്റോസ് സിമന്റ്.
ആസ്പെറ്റോസ് സിമെന്റ് ഷീറ്റ്സ് അല്ലെ, AC ഷീറ്റ്സ്. ആസ്പെറ്റോസ് ഷീറ്റുകൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് നമ്മുടെ നാടുകളിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിച്ചിരുന്നു, ഇപ്പൊ കുറവാണ്. അതായത് ആസ്പെറ്റോസ് ഫൈബേഴ്സ് മിക്സ് ചെയ്തിട്ടുണ്ടാകുന്ന വെറും കോൺക്രീറ്റ് മാത്രം അല്ലെ, സിമെന്റ് മാത്രം. ഇവിടെ എന്തിനാണ് ആസ്പെറ്റോസ് ഫൈബേഴ്സ് ഉപയോഗിക്കുന്നത്? ചെറിയൊരു ടെൻസൈൽ സ്ട്രെങ്ത് അതിന് കൊടുക്കാനാണ്. ടെൻസൈൽ സ്ട്രെങ്ത് തീരെ ഇല്ലാത്തൊരു മെറ്റീരിയൽ ആണ്, പെട്ടെന്ന് ബ്രേക്ക് ആവും. ബ്രിട്ടിൽ മെറ്റീരിയൽ ആണ് നോർമലി AC ഷീറ്റ്സ് വരുന്നത്. ആസ്പെറ്റോസ് ഷീറ്റുകളുടെ പ്രത്യേകത അതിൽ വരുന്ന ഫൈബർ കാർസിനോജനിക് ആണെന്നുള്ളൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും അത് നിരോധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി GI ഷീറ്റ്, ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ്സ്. ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ്സ് അത് ഒന്നുകൂടി AC ഷീറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് കൂടുതലാണ്. ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ്സ് നിങ്ങൾക്ക് അറിയാവുന്നേ ഉള്ളൂ. ഇനി അലൂമിനിയം ഷീറ്റ്സ്. അലൂമിനിയം ഷീറ്റ്സ് ആണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഷീറ്റുകൾ. അലൂമിനിയം കോട്ടഡ്, ശരിക്കും അത് ഗാൽവനൈസ്ഡ് ഷീറ്റിന്റെ പുറത്ത് അലൂമിനിയം കോട്ടിംഗ് ആണ്. GI ഷീറ്റിന്റെ പുറത്ത് അലൂമിനിയം കോട്ടിംഗ് ആണ് വരുന്നത്. പ്യുവർ അലൂമിനിയം ഷീറ്റ്സും വരുന്നുണ്ട്. ഓക്കെ, പ്യുവർ അലൂമിനിയം ഷീറ്റ്സ് ആകുമ്പോൾ കുറച്ചുകൂടി കോസ്റ്റ്. ദെൻ PVC ഷീറ്റ്, പോളിവിനൈൽ ക്ലോറൈഡ് ഷീറ്റ്സ്. PVC ഷീറ്റ്സ് എന്ന് പറയുന്നത് നോർമലി അത്ര ഹെവി ടെമ്പറേച്ചറിലുള്ളടത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, റയർ ആയിട്ടാണ് നമ്മുടെ നാടുകളിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ, താച്ച് കവറിംഗ്. താച്ച് കവറിംഗ് എന്താണെന്ന് നോക്കാം. താച്ച് ഇസ് എ ചീപ്പ് റൂഫ് കവറിംഗ് ഓഫ് സ്ട്രോ ആൻഡ് റീഡ് എക്സെട്ര. വൈക്കോൽ അല്ലെ, പുല്ലുകൊണ്ട് ഉണ്ടാക്കുന്ന റൂഫുകളാണ് താച്ച് കവറിംഗ്. ഈ താച്ച് കവറിംഗ് എന്നുള്ള ടേം PSCക്ക് ചോദിക്കാറുണ്ട്. സൂട്ടബിൾ ഫോർ സ്മാൾ സ്പാൻ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഇൻ വില്ലേജസ്. സ്മാൾ സ്പാനിലാണ് മാത്രമാണ് താച്ചുകൾ ഉപയോഗിക്കുന്നത്. പിന്നീട് അത് സപ്പോർട്ടിംഗ് സ്ട്രക്ചറിലേക്ക് ടൈ കൊണ്ട് അല്ലെ, റോപ്പ് കൊണ്ട് ടൈ ചെയ്യാണ് ചെയ്യുന്നത്. മാത്രമല്ല സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ആയിട്ട് നോർമലി ഉണ്ടാവുന്നത് ബാംബു, റൗണ്ട് ബാംബു റാഫ്റ്റേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഷിംഗിൾസ്. നമ്മൾ പറഞ്ഞു ഷിംഗിൾസ് എന്ന് പറഞ്ഞാൽ ആർ സ്പ്ലിറ്റ് ഓർ സോൺ തിൻ പീസസ് ഓഫ് വുഡ്. ചെറിയ പീസസ് ഓഫ് വുഡ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ആക്ച്വലി ഈ ഒരു പിക്ചർ ചിലപ്പോൾ ഷിംഗിൾ ആയിരിക്കില്ല, പക്ഷെ ഇതാണ് ഇതിന്റെ അറേഞ്ച്മെന്റ് രീതി. ഇങ്ങനെയാണ് ഈ പിക്ചർ ചിലപ്പോൾ ടെറസ്ഡ് റൂഫിന്റെ മുകളിൽ ടൈല് വെച്ചതായിരിക്കും. ഷിംഗിൾസ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ, ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചെറിയ ചെറിയ പീസസ് ആണ് അല്ലെ. അതാണ് ഷിംഗിൾസിന്റെ പ്രത്യേകത. ഇതില് ലെങ്ത് നോർമലി 30 സെന്റിമീറ്റർ ടു 30 സെന്റിമീറ്റർ ലെങ്ത്തും ഒരു 60 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള പീസസ് ആണ് നോർമലി ഉണ്ടാവുക. വുഡ് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഹില്ലി ഏരിയാസിലാണ് ഇത് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. കാരണം വുഡ് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള, വുഡ് ലോ കോസ്റ്റ് ആയിട്ടുള്ള ഏരിയകൾ, ദേ ആർ ഹെവി, വെരി പുവർ ഫയർ ആൻഡ് ടെർമൈറ്റ് റെസിസ്റ്റൻസ്. വുഡ് ആയതുകൊണ്ട് തന്നെ ഫയർ ആൻഡ് ടെർമൈറ്റ് റെസിസ്റ്റൻസ് വളരെ കുറവാണ് ഷിംഗിൾസിന്റെ കേസിൽ. ഷിംഗിൾസ്. ഓക്കെ, ഇനി ടൈൽസ്. ടൈൽസ് ആർ ക്ലേ ടൈൽസ് ആർ ഈസിലി അവൈലബിൾ അറ്റ് ലോവർ കോസ്റ്റ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും ലോവർ കോസ്റ്റ് ആയിട്ട് കിട്ടുന്നത് ക്ലേ ടൈൽസ് ആണ്. മാത്രമല്ല ക്ലേ ടൈൽസിന്റെ പ്രത്യേകത എന്താ? ക്ലേ ടൈൽസിന്റെ പ്രത്യേകത ഈ ഫയർ റെസിസ്റ്റന്റ് ആണ്. ഫയർ റെസിസ്റ്റന്റ് ആവാനുള്ള കാരണം എന്താണ്? ഇത് ഹിൽ മേക്കിംഗ് അല്ലേ, ചൂളയിലിട്ട് ചൂടാക്കിയിട്ടാണ് നമ്മുടെ ക്ലേനെ ചൂടാക്കിയിട്ടല്ലേ ഇതൊക്കെ മേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹെവി ഫയർ റെസിസ്റ്റിംഗ് ആണ് ഇത്തരം സ്ട്രക്ചറുകളെല്ലാം, ക്ലേ ടൈൽസുകൾ. അതുകൊണ്ടാണ് ഇത് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്. Can be easily manufactured and placed in position. Supported over battens which are turned supported by rafters or trusses. നമ്മൾ പറഞ്ഞു പ്രിൻസിപ്പൽ റാഫ്റ്ററിന്റെ മുകളിൽ പർലിൻ, പർലിന്റെ മുകളിൽ കോമൺ റാഫ്റ്റർ, കോമൺ റാഫ്റ്ററിന്റെ മുകളിൽ ബാറ്റൺ, ബാറ്റന്റെ മുകളിലാണ് നമ്മൾ ടൈൽസ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ബാറ്റൺസ് അറേഞ്ച് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ റാഫ്റ്റേഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇത് ഓരോന്നും പാരലായിട്ട് റൺ ചെയ്യാം, ഒന്നൊന്നിന് പാരലായിട്ട് റൺ ചെയ്യാം. ഇതിന്റെ തമ്മിലുള്ള സ്പാൻ അല്ലെങ്കിൽ അതിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ്, സ്പേസിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ടൈലിന്റെ
ലെങ്ത്തിനേക്കാളും ഇത്തിരി കുറവായിരിക്കും. അത് ഓവർലാപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി കറക്റ്റ് ആയിട്ടായിരിക്കും ബാറ്റൺസ് പ്ലേസ് ചെയ്യുക. ബാറ്റൺസ് ആർ തിൻ വുഡൻ പീസസ്. ഓക്കെ, ദേ ഗിവ് ഗുഡ് ഇന്റർലോക്കിംഗ് ആൻഡ് അപ്പിയറൻസ്. നല്ലൊരു അപ്പിയറൻസ് ആണ് എപ്പോഴും ടൈൽഡ് റൂഫുകൾക്ക്. മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ ഉള്ളത്, ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് മാംഗ്ലൂർ പാറ്റേൺ ടൈൽസ് ആണ്. മാംഗ്ലൂർ പാറ്റേൺ ടൈൽസ് പ്രത്യേകത കളർ റെഡ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ടൈലുകൾ നിങ്ങൾക്കറിയാം, നോർമലി പ്ലേസ് ചെയ്യുന്ന ടൈലിന് പുറമെ തന്നെ റിഡ്ജിൽ വെക്കുന്ന, അല്ലെ, മൂലോട് നമ്മൾ പറയില്ലേ, റിഡ്ജിന് വെക്കുന്ന സ്പെഷ്യൽ ടൈലുകളും ഇതിന് അവൈലബിൾ ആണ്. അവയെല്ലാം ഇതിന് അവൈലബിൾ ആണ്. വളരെ അപ്പിയറൻസ് വൈസ് നല്ല ഒരു റൂഫിംഗ് ആണ് ടൈൽഡ് റൂഫിംഗ്. ഓക്കെ, ഇനി സ്ലൈറ്റ്സ് നമ്മൾ പറഞ്ഞു, ഗ്രേ സെഡിമെന്ററി റോക്ക് ദാറ്റ് ക്യാൻ ഈസിലി സ്പ്ലിറ്റ് ഇൻ ടു തിൻ ഷീറ്റ്സ്. സ്ലൈഡ്സ് എന്ന് പറയുന്നത് ഗ്രേ സെഡിമെന്ററി റോക്സ് ആണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു പിക്ചർ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഇത് ഓരോന്നും സ്ലൈറ്റ് പീസുകളാണ്. നിങ്ങൾക്ക് അതിന് ക്ലോസ്ലി ലുക്ക് ചെയ്താൽ മനസ്സിലാവും. ഇതിൽ അത്ര എഡ്ജൊന്നും അത്ര ഫിനിഷ്ഡ് ആയിരിക്കില്ല. നമ്മുടെ പഴയ സ്ലൈറ്റ്, നിങ്ങൾ എഴുതാൻ ഉപയോഗിച്ച സ്ലൈറ്റിന്റെ ആ ഫ്രെയിം ഒന്ന് പൊളിച്ചിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സൈഡൊന്നും അത്ര ഫിനിഷിംഗ് ആയിരിക്കില്ല. കാരണം ഇത് ലെയർ ആയിട്ട്, സെഡിമെന്റ് റോക്കിന്റെ പ്രത്യേകത എന്താ, ഓരോ ലെയർ സെഡിമെന്റ് ചെയ്ത് ലെയർ ആയിട്ടാണ് ഈ റോക്കിന്റെ പ്രത്യേകത. ലെയർ ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള റോക്കിൽ നിന്നും സ്പ്ലിറ്റ് ചെയ്തെടുത്ത് തിൻ ഷീറ്റുകൾ ഉപയോഗിച്ച് ആണ് ഈ റൂഫിംഗ് ചെയ്തിട്ടുള്ളത്. യൂസ്ഡ് ഇൻ ഏരിയാസ് വേർ സ്ലൈറ്റ് ക്വാറീസ് ആർ നിയർ ബൈ. സ്ലൈറ്റ് ക്വാറീസ് നിയർ ബൈ, ഈസിലി ആയിട്ട് അവൈലബിൾ ആകുന്ന സെഡിമെന്ററി സ്ലൈറ്റുകൾ ഈസിലി ആയിട്ട് കിട്ടുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരം റൂഫിംഗ്സ് ഉപയോഗിക്കുക. എ ഗുഡ് സ്ലൈറ്റ് ഈസ് ഹാർഡ്, ടഫ് ആൻഡ് ഡ്യൂറബിൾ ആൻഡ് ഹാവ് റഫ് ടെക്സ്ചർ. ഹാർഡ് ആയിരിക്കും. ഹാർഡ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഹാർഡിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് ഒന്നിലിട്ട് ഉരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, അത് ഈസി ആയിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോരില്ല, അല്ലെ. ടഫ് ആയിരിക്കും, ഡ്യൂറബിൾ ആണ്, ആൻഡ് ഹാവ് റഫ് ടെക്സ്ചർ. അതിന്റെ ടെക്സ്ചർ പൊതുവെ റഫ് ആയിരിക്കും. ദേ ഡു നോട്ട് അബ്സോർബ് വാട്ടർ അബ്സോർബ് ചെയ്യില്ല. ദേ ഗിവ് റിംഗ് ബെൽ ലൈക്ക് സൗണ്ട് വെൻ സ്ട്രക്ക്. നിങ്ങൾക്കറിയാം, പഴയ സ്ലൈറ്റിലൊന്ന് മുട്ടി നോക്കിയാൽ അറിയാം, അത് ചെറിയൊരു റിംഗ് ബെൽ ലൈക്ക് സൗണ്ട് ആണ് അതിന്റെ ഒരു അപ്പിയറൻസ് വൈസ്. അത് അങ്ങനെയാണ്. നല്ല രസമാണ് ഇത്തരം സ്ലൈറ്റ് റൂഫിങ്ങുകൾ കാണാൻ. മെയിൻ ആയിട്ട് ഹിമാചൽ ഏരിയയിലൊക്കെ പോകുന്നവർക്ക് അറിയാം, അവിടെ ഈ നല്ല രസമാണ്. ഹില്ലി റോഡ്സിന്റെ മുകളിൽ റൈറ്റ് സൈഡിൽ, ഒരു സൈഡില് വാലി ആയിരിക്കും, ഒരു സൈഡിൽ ഹില്ലി റീജിയൻ ആണ്. ഹില്ലി റീജിയനിൽ ചെറിയ ചെറിയ ഹട്ടുകൾ കാണാൻ പറ്റും. നോർമലി ചെറിയ രീതിയിൽ അവര് ചെറിയ ഹൗസുകൾ, അതിന്റെ റൂഫ് കൺസ്ട്രക്ഷൻ ഒക്കെ പൊതുവെ സ്ലൈറ്റുകളാണ് കാണപ്പെടുന്നത്. നല്ല ഭംഗിയാണ് അത് കാണാൻ. ഇനി AC ഷീറ്റ്, ആസ്പെറ്റോസ് സിമന്റ് ഷീറ്റ്. ഓക്കെ, they consist of 15% of asbestos fibers evenly distributed and pressed with cement. ഇവിടെ ആസ്പെറ്റോസ് ഫൈബേഴ്സ് 15% ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിനെ സിമെന്റ് അതിലോട്ട് പ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം, വെറും സിമെന്റ് എന്ന് പറയുന്നത് ബ്രിട്ടിൽ ആയിരിക്കും, അല്ലെ. അത് സിമെന്റ് മാത്രം തിന്നായിട്ട് ചെയ്താൽ ബ്രിട്ടിൽ ആയിരിക്കും, അല്ലെ. അപ്പോൾ അതിന് ചെറിയൊരു ടെൻസൈൽ നേച്ചർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫൈബർ വെച്ച് റീഇൻഫോഴ്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫിക്സഡ് ടു ദ സ്റ്റീൽ പർലിൻ യൂസിങ് ജെ ബോൾസ് ആൻഡ് വാഷർ. സ്റ്റീൽ പർലിനിലോട്ട് ജെ ബോൾട്ട് ഓർ വാഷർ ഉപയോഗിച്ചിട്ടാണ് ഇത്തരം ഷീറ്റുകൾ ഫിക്സ് ചെയ്യുന്നത്. ജെ ബോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇങ്ങനെയുള്ള ഒരു സാധനം. ഇത് റൗണ്ട് പർലിൻസ് ആയിരിക്കും. റൗണ്ട് പർലിൻസിന് ജെ ബോൾട്ട് വെച്ച് കണക്ട് ചെയ്ത് ഇവിടെ ഷീറ്റ് ഇതിന്റെ മുകളിൽ പ്രൊവൈഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഷീറ്റിൽ നിന്ന് ഡ്രിൽ ചെയ്യും, എന്നിട്ട് ഈ ജെ ബോൾട്ട് ആദ്യം താഴെയിലൂടെ മുകളിലോട്ട് ഇട്ട് വെക്കും. എന്നതിന് ശേഷം ഇവിടെ ഇതൊരു ത്രെഡഡ് ആയിരിക്കും, ഇതിന്റെ ടോപ്പ് പോർഷൻ ത്രെഡഡ് ആയിരിക്കും. അതിൽ ബോൾട്ട് ഇറക്കി വെക്കും. ഇവിടെ ഹോളിൽ ലീക്ക് ആവാണ്ടിരിക്കാൻ ഒരു വാഷറും പ്രൊവൈഡ് ചെയ്യും. റബ്ബർ വാഷേഴ്സ് ആണ് നോർമലി പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് ജെ ബോൾട്ട്സ് എന്ന് പറയുന്നത്. കോമൺലി യൂസ്ഡ് ആസ് കവറിംഗ് മെറ്റീരിയൽസ് ഇൻ വെയർ ഹൗസ്, ഗോഡൌൺ ഓർ ലാർജർ ഹാൾസ്. ലാർജർ ഹാൾസിൽ, വെയർ ഹൗസ്, ഗോഡൌൺസിലൊക്കെ നിങ്ങൾ നോർമലി കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമുക്ക് പറയാം. അത് നമുക്ക് GA ഷീറ്റ് വെച്ച് കമ്പയർ ചെയ്യാം.
ഓക്കെ. അടുത്തത് GI ഷീറ്റ്, ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ്. അയണിനെ റസ്റ്റ് പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിങ്ക് കോട്ടിംഗ് കൊടുക്കുന്നതാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. ഗാൽവനൈസ്ഡ് അയൺ corrugated sheets fixed to steel purlin using J bolts and washers. corrugated sheets ആണ്. AC ഷീറ്റ്സിലും corrugations ഉണ്ട്. ഈ corrugations പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാ? ഈസി ഡ്രെയിനേജിനാണ് അല്ലെ, നമുക്ക് വരുന്ന വെള്ളം ഈസി ആയി ഡ്രെയിൻ ചെയ്തു പോകാൻ. Galvanizations of iron makes them rust proof, durable, fireproof, light in weight and need no maintenance. ഡ്യൂറബിൾ ആണ്, AC ഷീറ്റിനേക്കാളും ഡ്യൂറബിൾ ആണ്. AC ഷീറ്റ്സ് നമുക്കറിയാം അതിന്റെ മുകളിൽ എന്തെങ്കിലും വന്ന് വീണ് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. അതുപോലെ GI ഷീറ്റ് അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകില്ല. ഫയർ പ്രൂഫ് ആണ്, വെയിറ്റും കുറവാണ്, ലോഡ് കുറക്കാൻ ഇത് സഹായകമാണ്. മെയിൻ്റെനൻസ് വളരെ കുറവാണ്, മെയിൻ്റെനൻസ് ഇല്ല എന്ന് തന്നെ പറയാം. ഇനി ഇത് ഗാൽവനൈസ്ഡ് അയൺസിന്റെ പ്രത്യേകത, ഇതിന്റെ നിങ്ങൾ നോർമലി ഒരു വീട്ടിലേക്ക് GI ഷീറ്റുകളൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ കോട്ടിങ്ങിന് ഒരു റേഞ്ച് ഉണ്ട്. ഒരു എംസ്കോയിൽ എത്ര സിങ്ക് കോട്ടിങ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. സിങ്ക് കോട്ടിങ് കുറയുന്ന അനുസരിച്ച് കോസ്റ്റും കുറയും. സിങ്ക് കോട്ടിങ് കുറയുന്ന മെറ്റീരിയൽസിന്റെ പൊതുവെ പിന്നീട് എന്ത് ചെയ്യാൻ പറയും, കോട്ടിങ് പോയി കഴിഞ്ഞാൽ റസ്റ്റ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം? നോർമലി നിങ്ങൾക്ക് ഇനാമിൽ പെയിന്റുകൾ യൂസ് ചെയ്ത് അത് കവർ ചെയ്യാം. ഇനി GI ഷീറ്റ് അല്ല, സാധാ മൈൽഡ് സ്റ്റീൽ ഷീറ്റുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ മൈൽഡ് ഷീറ്റുകൾ ഇങ്ങനെ കൊറുഗേറ്റഡ് വരാറില്ല. അങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇനാമൽ പെയിന്റ് അടിച്ച് റസ്റ്റ് പ്രൂഫ് ആക്കണം. ഇനി അലൂമിനിയം ഷീറ്റ്, ഇതാണ് നമ്മൾ നോർമലി കാണപ്പെടുന്ന ഷീറ്റുകൾ. അലൂമിനിയം ഷീറ്റ്സും ഉണ്ട്, അലൂമിനിയം കോട്ടഡ് ഷീറ്റ്സും ഉണ്ട്. ഇത് പ്യുവർ അലൂമിനിയം ഷീറ്റ് ആണ്. അലൂമിനിയം ഷീറ്റ്സ് ഒന്നുകൂടെ ലൈറ്റർ ആവും. ആന്റി റസ്റ്റ് എഫക്ട്, റസ്റ്റ് അലൂമിനിയത്തിനെ സംബന്ധിച്ചിടത്തോളം റസ്റ്റ് പിടിക്കുന്ന പ്രശ്നമേ ഇല്ല. റെസിസ്റ്റന്റ് ടു റോട്ട്, റസ്റ്റ് ആൻഡ് ഇൻസെക്ട്സ് ലൈക്ക് ടെർമൈറ്റ്സ്, ഡ്യൂറബിൾ, ഫയർ പ്രൂഫ് ആൻഡ് നീഡ് നോ മെയിൻ്റെനൻസ്. ഒരു മെയിൻ്റെനൻസും അലൂമിനിയം ഷീറ്റ്സിന്റെ കേസിലില്ല. പിന്നെ എന്തുകൊണ്ട് എല്ലാവരും അലൂമിനിയം ഷീറ്റ്സ് മാത്രമേ യൂസ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, അലൂമിനിയത്തിന്റെ കോസ്റ്റ് ഹെവിയാണ്. നിങ്ങൾ വീടുകളിലൊക്കെ ചെയ്ത് പരിചയമുള്ളവരുണ്ടാവും. നമ്മുടെ ഷെൽഫുകളൊക്കെ ചെയ്യുന്നില്ലേ, അലൂമിനിയം ഫാബ്രിക്കേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ വെരി കോസ്റ്റ്ലിയാണ്. അലൂമിനിയം എന്ന് പറയുന്നത് കോസ്റ്റ്ലി മെറ്റീരിയൽ ആണ്. പക്ഷെ നോർമലി ഇപ്പൊ നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന ഈ എവർലാസ്റ്റ്, അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഷീറ്റുകളൊക്കെ എന്ന് പറയുന്നത് അലൂമിനിയം കോട്ടഡ് ആണ്. അലൂമിനിയം കോട്ടഡ് GI ഷീറ്റ്സ് ആണ് നോർമലി വരുന്നത്. ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ് അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ ഷീറ്റ് വിത്ത് അലൂമിനിയം കോട്ടിംഗ് ആണ്. അങ്ങനെയാകുമ്പോൾ ഒന്നുകൂടി റസ്റ്റ് പ്രൂഫ് ആണ്. പൊതുവെ ഇത്തരം ഷീറ്റുകൾ റസ്റ്റ് പിടിക്കാറില്ല. അലൂമിനിയം കോട്ടിങ്, അലൂമിനിയം കോട്ടിങ്ങിന് ഒരു റേഞ്ച് ഒക്കെ ഉണ്ടാവും. എത്രത്തോളം അലൂമിനിയം കോട്ടിങ്, അത് തിക്നെസ്സിലാണ് പറയാം. വളരെ മൈക്രോൺ ഒക്കെ ഉണ്ടാവുള്ളൂ, വളരെ തിൻ കോട്ടിങ്ങേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ ഷീറ്റിന് നമ്മളിപ്പോൾ നോർമലി നിങ്ങൾ നാട്ടിൽ കാണുന്ന പച്ച, നീല ഒക്കെ കളറുള്ള ഷീറ്റുകൾക്ക് തിക്നെസ്സും ഉണ്ടാവും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീടുകളിലൊക്കെ വാങ്ങുമ്പോൾ തിക്നെസ് സ്പെസിഫൈ ചെയ്ത് നോക്കാം. കുറച്ചും കൂടെ തിക്കായിട്ടുള്ളതിനാണ് ഡ്യൂറബിലിറ്റി കൂടുക. അതിനെന്ത് ചെയ്യും, കോട്ടിങ്ങും കൂടുതലായിരിക്കും, മെറ്റീരിയലും കൂടുതലായിരിക്കും. അതിന്റെ തിക്നെസ് നോർമലി വരുന്നത് 0.3 mm, 0.35 mm അങ്ങോട്ട് വരുന്നുണ്ട്. 0.3 ആണ് ഏറ്റവും ലീസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ 1 mm വരെ അതിനും കൂടുതലൊക്കെ തിക്നെസ് വരുന്നുണ്ട്. സ്പാൻ കൂടിയ കേസുകളാകുമ്പോൾ തിക്നെസ് കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്താ പെട്ടെന്ന് അത് ബെൻഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ഇനി വളരെ റയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഷീറ്റുകൾ PVC ഷീറ്റ്, പോളിവിനൈൽ ക്ലോറൈഡ്, കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്. ഈ PVC ഷീറ്റുകൾ ഗുഡ് ഡാം പ്രൂഫ് ആണ്, നോട്ട് സൂട്ടബിൾ ഫോർ ഹൈ ടെമ്പറേച്ചർ റീജിയൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഹൈ ടെമ്പറേച്ചർ റീജിയനിൽ PVC എന്ന് പറയുന്നത് അത്ര സൂട്ടബിൾ അല്ല. ഡ്യൂറബിൾ ആൻഡ് നീഡ് നോ മെയിൻ്റെനൻസ്. PVC ഷീറ്റുകൾ തമ്മിൽ ഇന്റർലോക്ക് ചെയ്ത് വെക്കാറുണ്ട്. PVC ഷീറ്റുകൾ നമ്മുടെ സീലിങ്ങുകളായിട്ട്, ഫാൾ സീലിങ്ങുകളായിട്ട് PVC ഷീറ്റുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വീടുകൾ അല്ലെങ്കിൽ ചില കടകളുടെ ഒക്കെ സീലിംഗ് ചെയ്തിട്ടുണ്ടാവും നല്ല കളർഫുൾ ആയിട്ട് അല്ലേ, അത് PVC ഷീറ്റുകളാണ് ആക്ച്വലി. PVC ഷീറ്റുകൾ പ്രത്യേകം വളരെ ലൈറ്റ് ആയിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും. അത്ര ഹാർഡ് ടൈപ്സും വരുന്നുണ്ട്. പക്ഷെ കോസ്റ്റ് പൊതുവെ അലുമിനിയം ഷീറ്റ്സിന്റെ അത്രയൊന്നും വരില്ല. പക്ഷെ എക്സ്റ്റേണൽ ആയിട്ട് ഉപയോഗിക്കാൻ നമ്മളെ കൺട്രീസ്, നമ്മുടെ വെതറിനൊന്നും
PVC ഷീറ്റ് സൂട്ടബിൾ അല്ല. ഓക്കെ, നമ്മൾ പറഞ്ഞു കമ്പാരിസൺ ഓഫ് AC ആൻഡ് GI ഷീറ്റ്സ്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം, എന്താണ് ഡിഫറൻസ് വരുന്നത്? GI ഷീറ്റ്സ് ആർ തിൻ. നിങ്ങൾക്കറിയാം GI ഷീറ്റ്സ് പൊതുവെ തിൻ ആണ്. AC ഷീറ്റ്സ് ആർ GI ഷീറ്റിന്റെ അത്രയും തിന്നല്ല, പക്ഷെ ഹെവി തിക്ക് ഒന്നല്ല. GI ഷീറ്റിന്റെ അത്രയും തിന്നല്ല. ലൈറ്റ് ഇൻ വെയിറ്റ്. AC ഷീറ്റ്സ് ആർ സ്ലൈറ്റ്ലി ഹെവിയർ. AC ഷീറ്റ് ഹെവിയർ ആണ് അല്ലെ? അത് GI ഷീറ്റ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്തൊന്നും ബ്രേക്ക് ഒന്നും ചെയ്യില്ല. AC ഷീറ്റ്സ് ബ്രേക്ക് ചെയ്യാൻ ചാൻസ്. നിങ്ങൾക്കറിയാം ഈ ആസ്പെറ്റോ സിമെന്റ് ഷീറ്റുകൾ റൂഫിൽ പ്ലേസ് ചെയ്യുന്നത് കാണും. വളരെ കെയർ ചെയ്തിട്ടാണ് അവർ പ്ലേസ് ചെയ്യുക. അവർ രണ്ട് സൈഡിലും പിടിച്ചിട്ടൊക്കെയാണ് കൃത്യമായിട്ട് അവിടെ കൊണ്ടുവച്ച് പ്ലേസ് ചെയ്ത് ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ജെ ബോൾട്ട് ഇട്ട് ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അത് ഒന്ന് സ്ലിപ്പായിട്ട് താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അത്രയും ബ്രിട്ടിലാണ്. ചാൻസസ് ഓഫ് കൊറോഷൻ ഈസ് പ്രസന്റ് ഇൻ GI ഷീറ്റ്. GI ഷീറ്റ്സ് അത് അയൺ ആയതുകൊണ്ട് കൊറോഷൻ ചാൻസ് ഉണ്ട്. AC ഷീറ്റ്സിന് കൊറോഷൻ എന്നുള്ള പ്രശ്നം വരുന്നേ ഇല്ല. നോ കൊറോഷൻ, അത് സിമെന്റ് ആണ്. ഓക്കെ, GI ഷീറ്റ്സിന്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാണ് മോർ നോയ്സി ഇഫ് സംതിങ് ഫാൾസ്. നോയ്സി ആണ്, സൗണ്ട് ഉണ്ടാവും, സൗണ്ട് മേക്കിംഗ് ആണ്. AC ഷീറ്റ്സ് അത്ര സൗണ്ട് മേക്ക് ചെയ്യുന്നത്. ലെസ് ഫയർ റെസിസ്റ്റന്റ് ആണ് GI ഷീറ്റ്. AC ഷീറ്റ്സ് ആർ മോർ ഫയർ റെസിസ്റ്റന്റ്. GI ഷീറ്റ് ലെസ് റെസിസ്റ്റൻസ് ടു ആസിഡ്, മോർ റെസിസ്റ്റൻസ് ടു ആസിഡ്. ആസിഡ്സും ആൽക്കലീസിനും ഒക്കെ GI ഷീറ്റുകളും അലുമിനിയം ഷീറ്റ്സുകളൊക്കെ ആണെങ്കിൽ അത്ര റെസിസ്റ്റൻസ് അല്ല. നമ്മൾ ചില റൂഫിംഗ് ഷീറ്റുകളിലൊക്കെ സോപ്പ് പൗഡർ ഒക്കെ വന്നു കഴിഞ്ഞാൽ കളർ ഫെയ്ഡ് ആവാറെന്നൊക്കെ കാണാറുണ്ട്. അത് സോപ്പ് പൗഡർ, പ്രത്യേകിച്ച് അലക്കുന്ന വെള്ളമൊക്കെ റൂഫിന്റെ മുകളിലൂടെ ഇത്തരം ഷീറ്റ് താഴത്തെ ഫ്ലോറിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിവാക്കുന്നതൊക്കെ ഷീറ്റിനെ കൊറോഡ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ കോട്ടിങ് കളയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ലെസ് റെസിസ്റ്റന്റ് ടു ആസിഡ്, മോർ റെസിസ്റ്റന്റ് ടു ആസിഡ്. കോസ്റ്റ്ലി, ലെസ് കോസ്റ്റ്ലി. GI ഷീറ്റ്സ് ആർ മോർ കോസ്റ്റ്ലി. എന്തറിയാലോ, AC ഷീറ്റ്സ് അത്ര കോസ്റ്റ്ലി അല്ല. ഓക്കെ, കെയർ ചെയ്ത് നല്ല വർക്ക്മാൻഷിപ്പ് വേണ്ട ഒരു സാധനമാണ് എന്ത്? AC ഷീറ്റ്സ്. പിന്നീട് നമ്മൾ പറഞ്ഞു നമ്മൾ അറേഞ്ച്മെന്റ് പറഞ്ഞു. ഒന്നുകൂടെ ഒന്ന് നോട്ട് ചെയ്യാം. മെത്തേഡ്സ് ഓഫ് അറേഞ്ചിങ് ആൻഡ് ഫിക്സിംഗ് ടു ദ ബാറ്റൺസ് ആൻഡ് റാഫ്റ്റേഴ്സ് ആൻഡ് പർലിൻ. ഈ റൂഫ് കവറിംഗ് മെറ്റീരിയൽ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്? നോർമലി പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറയുന്നത് റൂഫ് ട്രസിന്റെ പാർട്ടാണ്. നമ്മൾ പറഞ്ഞു ട്രസിന്റെ പാർട്ടാണ്. അതിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു? പർലിൻസ് പ്ലേസ് ചെയ്യുന്നു. പർലിൻസ് ആർ പ്ലേസ്ഡ് ഫോർ റിക്വയർഡ് ലെങ്ത് അറ്റ് റെഗുലർ ഗ്യാപ്സ്. നമുക്ക് കോമൺ റാഫ്റ്റേഴ്സിനെ എത്രത്തോളം ലെങ്തിയർ ആണ് കോമൺ റാഫ്റ്റർ എന്നുണ്ടെങ്കിൽ പർലിൻസിന്റെ എണ്ണം കൂടും. നമ്മൾ അതിനെ സപ്പോർട്ടീവ് ആയിട്ടാണ് പർലിൻസ് കൊടുക്കുന്നത്. കോമൺ റാഫ്റ്റേഴ്സ് ആർ പ്ലേസ്ഡ് അബോവ് ദിസ് പർലിൻ. പർലിന്റെ മുകളിൽ കോമൺ റാഫ്റ്റേഴ്സ് പ്ലേസ് ചെയ്യുന്നു. അത് തമ്മിൽ കണക്ട് ചെയ്യുന്നത് suitable bolts or joints. വുഡൻ ആണെങ്കിൽ വുഡൻ ജോയിന്റ്സ്, കാർപ്പൻട്രി ജോയിന്റ്സുകൾ ഉപയോഗിച്ച് തമ്മിൽ കണക്ട് ചെയ്യുന്നു. സ്റ്റീൽ മെറ്റീരിയലുകൾ ആണെങ്കിൽ ബോൾട്ടോ വെൽഡോ ഉപയോഗിച്ച് ചെയ്യും. ബാറ്റൺസ് ആർ ഫിക്സ്ഡ് അബോവ് ദിസ് കോമൺ റാഫ്റ്റേഴ്സ് പ്രൊവൈഡിങ് സൂട്ടബിൾ ഓവർലാപ്സ്. നമ്മൾ പറഞ്ഞു കോമൺ റാഫ്റ്റേഴ്സിന്റെ മുകളിൽ ബാറ്റൺസ് പാരലൽ ആയിട്ട് അല്ലെ, കോമൺ റാഫ്റ്റേഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ബാറ്റൺസ് ഒന്നൊന്നിന് പാരലൽ ആയിട്ട് വെക്കുന്നു. അത് ടൈലുകൾ അല്ലെങ്കിൽ റൂഫിംഗ് ഷീറ്റ് എന്തോ, ഇപ്പം ഒരു മാംഗ്ലൂർ പാറ്റേൺ ടൈൽ ആണെങ്കിൽ ബാറ്റൺസിന്റെ എണ്ണം കൂടും, കാരണം അത് ചെറിയ ലെങ്ത് അവൈലബിൾ ഉള്ളൂ. ഒരു മാംഗ്ലൂർ പാറ്റേൺ ടൈൽ എന്ന് പറഞ്ഞാൽ ഒരു M സ്ക്വയർ ഏരിയ കവർ ചെയ്യണമെങ്കിൽ അറൌണ്ട് 15 മാംഗ്ലൂർ പാറ്റേൺ ടൈൽസ് വേണ്ടി വരും. 15 മാംഗ്ലൂർ പാറ്റേൺ ടൈൽസ് വേണ്ടി വരും. അത്രയും ഒരു M സ്ക്വയർ കവർ ചെയ്യാൻ. പക്ഷെ നമ്മളെ റൂഫിംഗ് അലുമിനിയം കോട്ടർ ഷീറ്റുകളൊക്കെ ആണെങ്കിൽ നോർമലി വരുന്നത് അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1 മീറ്ററും ലെങ്ത് ഒരു 6 മീറ്റർ ഒക്കെ ലെങ്ത് ഈസി ആയിട്ട് വരാറുണ്ട്. അപ്പൊ അത്രയും വലിയ ഷീറ്റുകളാണ് വരിക. അപ്പൊ ബാംഗ്ലൂർ പാറ്റേൺ ടൈൽസുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ബാറ്റേൺസ് കൂടുതൽ വേണ്ടി വരും. എന്നാൽ റൂഫിംഗ് ഷീറ്റ്സ്, അതായത് അലുമിനിയം ഷീറ്റ്സുകളൊക്കെ ആണെങ്കിൽ, GI ഷീറ്റ്സുകളൊക്കെ ആണെങ്കിൽ അത്രയും അധികം ബാറ്റൺസ് വേണ്ടി വരും അല്ലെങ്കിൽ പർലിൻസ് വേണ്ടി വരും. ഓക്കെ, ഷീറ്റ്സ് ഷുഡ് ബി ലേഡ് വിത്ത് സ്മൂത്ത് സൈഡ് അപ്വേർഡ്.
നമ്മളെ ഷീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുക. സ്മൂത്ത് സൈഡ് അപ്വേർഡ് ആണ്. എന്തിനാണ് അത്? ഈസി ഡ്രൈനേജും ഈസി റിഫ്ലക്ഷൻ അല്ലേ. റഫ് സൈഡുകളായി കഴിഞ്ഞാൽ ലൈറ്റിനെയും ടെമ്പറേച്ചറിനെയൊക്കെ അബ്സോർബ് ചെയ്യും. സ്മൂത്ത് സർഫസ് ആണ് റിഫ്ലക്ട് ചെയ്യുക. അതുകൊണ്ട് സ്മൂത്ത് സർഫസ് ആണ് മുകളിലോട്ട് വെക്കുക. ഇനി AC ഷീറ്റുകളും ജെ ഷീറ്റുകളൊക്കെ ആണെങ്കിൽ ആദ്യം ഹോൾ ഡ്രിൽ ചെയ്യും. അവിടെ ഡ്രിൽ ചെയ്തതിനു ശേഷം അതിൽ സൂട്ടബിൾ ആയിട്ടുള്ള ജെ ബോൾട്ടോ അല്ലെങ്കിൽ സൂട്ടബിൾ ആയിട്ടുള്ള ബോൾട്ടുകൾ പ്ലേസ് ചെയ്തിട്ട് അത് ടൈറ്റ് ചെയ്യും. പഞ്ചോ ഹാമറോ ചെയ്യരുത്, കാരണം ഇത് റൂഫ് കവറിംഗ് മെറ്റീരിയൽസിന് കംപ്ലൈന്റ് ആവും അല്ലേ. അതിന് കൂടുതൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ ഹോൾ വന്നു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫ് ആവില്ല, ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഷീറ്റ് ഷുഡ് ബി പ്രോപ്പർലി കട്ട് ടു അവോയ്ഡ് ഗ്യാപ്സ് ആൻഡ് സ്പേസ്. ഒന്നൊന്നിനോട് നോർമലി ഒരു കൊറുഗേഷൻ ഓവർലാപ്പ് ചെയ്തിട്ടാണ് ചെയ്യാറ് ഷീറ്റുകൾ. പ്രോപ്പർ ആയിട്ട് കട്ട് ചെയ്ത് ഗ്യാപ്പുകളൊന്നും ഉണ്ടാവാൻ പാടില്ല, വാട്ടർ ടൈറ്റ് ആയിരിക്കണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ജെ ബോൾട്ടുകൾ എന്ന് പറഞ്ഞു. ഇപ്പോ യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കിലൊന്നും കാണാൻ ചാൻസ് ഇല്ല. ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഈ പ്രത്യേകിച്ച് അലുമിനിയം കോട്ടഡ് റൂഫുകളൊക്കെ യൂസ് ചെയ്യുന്നത് സെൽഫ് സ്ക്രൂകളാണ്. സെൽഫ് സ്ക്രൂളിന്റെ പ്രത്യേകത ഇത് ഓട്ടോമാറ്റിക് ഡ്രിൽ ചെയ്ത് ഹോൾ ചെയ്ത് പിന്നീട് സ്ക്രൂ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ഡ്രിൽ ചെയ്ത് പോവും. അത് സെൽഫായി ടൈറ്റ് ആവുകയും ചെയ്യും. അതിന് നെറ്റ് ആൻഡ് ബോൾട്ടിന്റെ ആവശ്യമില്ല. സ്ക്രൂ തന്നെ പർലിനിൽ അല്ലെങ്കിൽ ബാറ്റൺസിൽ ഓട്ടോമാറ്റിക് ഇത് ടൈറ്റ് ആവും. ഓക്കെ, അതാണ് സെൽഫ് സ്ക്രൂവിന്റെ പ്രത്യേകത. ആ സെൽഫ് സ്ക്രൂവിന്റെ ടോപ്പിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? ഒരു വാഷറും കൂടെ ഉണ്ടാവും. അത് ലീക്ക് ഈ വരുന്ന നമ്മൾ ഹോൾ ചെയ്തിട്ടാണല്ലോ, ഷീറ്റിന് ഹോൾ ചെയ്തിട്ടാണല്ലോ ഇത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോ ആ ഹോള് ഇതിലൂടെ ലീക്ക് വരാണ്ടിരിക്കാനാണ് അത്തരം വാഷറുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, സെൽഫ് സ്ക്രൂ എന്ന് പറയും. ഇനി ഇത്രയാണ് നോർമൽ റൂഫ് കവറിംഗ് ഓൾഡസ്റ്റ് മെത്തേഡുകൾ. ഇനി RCC റൂഫ്, റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് റൂഫ്സ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കോൺക്രീറ്റ് ടേക്സ് കംപ്രസീവ് ലോഡ് ആൻഡ് സ്റ്റീൽ ടേക്സ് ടെൻസൈൽ ലോഡ് കമ്മിങ് അബൌട്ട് ദ റൂഫ്. റൂഫ്സ് ആർ സപ്പോർട്ടഡ് ഓവർ ബീംസ് ആൻഡ് ലോഡ് ബിയറിംഗ് വാൾസ്. ഈ റൂഫ്സ് എവിടെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ബീംസിലോ അല്ലെങ്കിൽ ലോഡ് ബിയറിംഗ് ആയിട്ടുള്ള വാളുകൾ. ക്യാൻ ബി സിംപ്ലി സപ്പോർട്ടഡ് ഓർ കാൻഡിലിവേർഡ്. സിംപ്ലി സപ്പോർട്ടഡ് ആവാം, കാൻഡിലിവർ ആവാം, കണ്ടിന്യൂസ് ആവാം. ഓക്കെ, യൂഷ്വലി മോണോലിത്തിക്കലി കാസ്റ്റ് വിത്ത് ബീംസ്. നമ്മൾ പറഞ്ഞതാണ്, നോർമലി റൂഫുകളൊക്കെ ഇപ്പോൾ ഉള്ള റൂഫുകളെല്ലാം നമ്മൾ സ്ലാബ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ബീമും സ്ലാബും ഒറ്റ സ്ട്രക്ചർ ആയിട്ടാണ് അല്ലേ. മോണോലിത്തിക് ആയിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത്, സെയിം ടൈമാണ് കാസ്റ്റ് ചെയ്യുന്നത്. സ്ലോപ്ഡ് ആവാം, ഫ്ലാറ്റ് ആവാം. RCC റൂഫുകൾ നമുക്ക് ഏത് ഷേപ്പുകളും കൺസ്ട്രക്ട് ചെയ്യാം. ഇനി ഫ്ലാറ്റ് സ്ലാബ്. എന്താണ് ഫ്ലാറ്റ് സ്ലാബ്? ഓക്കെ, ഫ്ലാറ്റ് സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലാബ് വിത്തൗട്ട് ബീം, ദേ ആർ ഡയറക്ട്ലി സപ്പോർട്ടിംഗ് ഓൺ കോളം. അതാണ് ഫ്ലാറ്റ് സ്ലാബുകൾ എന്ന് പറയുന്നത്. ഫ്ലാറ്റ് സ്ലാബിന്റെ മിനിമം തിക്നെസ് ആസ് പെർ IS 456 12.5 സെന്റിമീറ്റർ മിനിമം തിക്നെസ് ഫ്ലാറ്റ് സ്ലാബുകൾക്ക് വേണം. നമ്മൾ നോർമലി കാണപ്പെടുന്ന സ്ലാബുകൾ എങ്ങനെയാണ്? അത് ബീമിന്റെ മുകളിലാണ് അല്ലെ, ബീമാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ആ ബീമുകൾ ലോഡ് കോളത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ ഫ്ലാറ്റ് സ്ലാബുകൾ എന്ന് പറയുന്നത് ഡയറക്ട്ലി കോൺക്രീറ്റ് കോളമാണ് അവിടെ സപ്പോർട്ട് ചെയ്യുന്നത്, വിത്തൗട്ട് എനി ബീം. A flat slab is reinforced concrete slab supported directly by concrete columns without the use of beams. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലാറ്റ് സ്ലാബ് ഉണ്ട്. ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് കോളത്തിന്റെ സൈസിലോട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലോഡ് ഡിസ്ട്രിബ്യൂഷനെ അല്ലെങ്കിൽ ആ ഒരു ജംഗ്ഷനിൽ വരുന്ന ഹെവി ലോഡിനെ ഈസി ആയി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില സ്ട്രക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതാണ് ഡ്രോപ്സ് ആൻഡ് ക്യാപിറ്റൽസ്. അതായത് ഒരു സ്ലാബ് ഉണ്ട്, നമ്മൾ ഡയറക്ട്ലി കോളത്തിലോട്ട് ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം കോളത്തിന്റെ സൈസ് സ്ലാബ് വരുന്ന പോർഷനിൽ മാത്രം ഒന്ന് ഇൻക്രീസ് ചെയ്യും, എന്നിട്ട് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യും. ഇതാണ് നോർമലി ഡ്രോപ്സ് ഓർ ക്യാപിറ്റൽസ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്ന് വെച്ച് നോക്കാം. നോർമലി കാണപ്പെടുന്ന സിമ്പിൾ ഫ്ലാറ്റ് സ്ലാബ്, അത് ഡ്രോപ്സോ ക്യാപിറ്റൽസ് ഒന്നും ഇല്ലാത്തത്. പിന്നെ ഫ്ലാറ്റ് സ്ലാബ് വിത്ത് ഡ്രോപ്പ് പാനൽസ്, ഫ്ലാറ്റ് സ്ലാബ് വിത്ത് കോളം ക്യാപിറ്റൽ, ഫ്ലാറ്റ് സ്ലാബ് വിത്ത് ബോത്ത് ഡ്രോപ്പ് പാനൽസ് ആൻഡ് കോളം ക്യാപിറ്റൽ. സിമ്പിൾ ഫ്ലാറ്റ് സ്ലാബ്, ഫ്ലാറ്റ് സ്ലാബ് വിത്ത് ഡ്രോപ്പ് പാനൽ, ഫ്ലാറ്റ് സ്ലാബ് വിത്ത് കോളം ക്യാപിറ്റൽ, ഫ്ലാറ്റ് സ്ലാബ് വിത്ത് ബോത്ത് ഡ്രോപ്പ് പാനൽ ആൻഡ് കോളം ക്യാപിറ്റൽ. നമുക്ക് ഓരോന്ന് നോക്കാം.
സോറി. അപ്പോൾ ഇതാണ് സിമ്പിൾ ഫ്ലാറ്റ് സ്ലാബ്. ഈ സ്ലാബ് നമുക്ക് ഫസ്റ്റ് പിക്ചറിൽ കാണാൻ പറ്റും. സ്ലാബ് ഡയറക്ട്ലി സപ്പോർട്ടിങ് ഓൺ കോളം. ഇതാണ് സിമ്പിൾ ഫ്ലാറ്റ് സ്ലാബ്. ഇനി ഡ്രോപ്പ് പാനൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു റെക്ടാങ്കുലർ ആയിട്ടുള്ള ഷേപ്പിൽ ഉള്ളതാണ് ഡ്രോപ്പ് പാനൽ എന്ന് പറയുന്നത്. ഇവിടെ കോളത്തിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു, ഒരു റെക്ടാങ്കുലർ ആയിട്ട് ഒരു ഏരിയ കൂടെ പ്രൊവൈഡ് ചെയ്യും. റെയിൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ് തന്നെയാണ്. ഇത്രയാണ് ഡ്രോപ്പ് പാനൽ എന്ന് പറയുന്നത്. ഇനി കോളം ക്യാപിറ്റൽ ആകുമ്പോൾ ഒരു ഹോഞ്ചഡ് ഷേപ്പാണ് അല്ലെ. മുകളിലെ വിടുത്ത് കൂടുതലും താഴെ വിടുത്ത് കുറവായ ഒരു ഹോഞ്ചഡ് ഷേപ്പിലാണ് കോളം ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്ലാറ്റ് സ്ലാബ് വിത്ത് കോളം ക്യാപിറ്റൽ. ഇനി രണ്ടും കൂടെ ഉള്ള കേസ്, ഫ്ലാറ്റ് സ്ലാബ് വിത്ത് കോളം ക്യാപിറ്റൽ ആൻഡ് ഡ്രോപ്പ് പാനൽ. ഫ്ലാറ്റ് സ്ലാബ് വിത്ത് കോളം ക്യാപിറ്റൽ ആൻഡ് ഡ്രോപ്പ് പാനൽ. ഇത്രയാണ് ഫ്ലാറ്റ് സ്ലാബിന്റെ ടൈപ്സ് വരുന്നത്. സിമ്പിൾ ഫ്ലാറ്റ് സ്ലാബ് വിത്ത് ഡ്രോപ്പ് പാനൽ, ഫ്ലാറ്റ് സ്ലാബ് വിത്ത് കോളം ക്യാപിറ്റൽ, ഫ്ലാറ്റ് സ്ലാബ് വിത്ത് കോളം ക്യാപിറ്റൽ ആൻഡ് ഡ്രോപ്പ് പാനൽ. ഓക്കെ. ഇനി ഇത്രയാണ് റൂഫ് കവറിംഗ് മെറ്റീരിയൽസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി കോസസ് ഓഫ് ഡാംപ്നെസ് ഇൻ റൂഫ്. ഡാംപ്നെസ് അല്ലെ, ഈർപ്പം എങ്ങനെയാണ് റൂഫുകളിൽ ഉണ്ടാകുന്നത്? പുവർ ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ ക്വാളിറ്റി കുറവാണെങ്കിൽ, ഡിസൈൻ ബാഡ് ആണെങ്കിൽ, അതായത് ഈസി ഡ്രൈനേജ് ഒന്നും നമ്മൾ സ്ലോപ്പ് റൂഫ് ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് രണ്ട് ടൈപ്പ് ഡിഫറെന്റ് സ്ലോപ്പുകളൊക്കെ വരികയാണെങ്കിൽ അത് കൃത്യമായിട്ട് ഡ്രെയിൻ ചെയ്തു പോകുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വെള്ളം അകത്തോട്ട് വരാനും ഡാംപ്നെസ്സിന് കാരണമാകും. ഫോൾട്ട് ഇൻ കൺസ്ട്രക്ഷൻ പ്രത്യേകിച്ച് റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ് സ്ലാബുകളൊക്കെ, RCC സ്ലാബുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ കോൺക്രീറ്റ് മിക്സ് റെഡി അല്ലെങ്കിൽ, അതുപോലെ തന്നെ ഓവർ വെള്ളമൊക്കെ ചേർക്കുകയാണെങ്കിൽ ലീക്കിന് ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ക്യൂർ ചെയ്തിട്ടില്ലെങ്കിൽ നോർമലി ശ്രിങ്കേജ് ക്രാക്കുകൾ ഡെവലപ്പ് ചെയ്യും സ്ലാബുകളിൽ. ക്യൂറിങ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ലീക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. റെയിൻ വാട്ടർ ഫാളിംഗ് ഓൺ വാൾസ്, പാരപ്പറ്റ്സ് എക്സെട്ര. റെയിൻ വാട്ടർ ഫാളിംഗ് ഓൺ വാൾസ്, പാരപ്പറ്റ് എക്സെട്ര. നമ്മുടെ പാരപ്പറ്റിലോ വാളിലോ ഒക്കെ റെയിൻ വാട്ടർ ഡയറക്റ്റ് വന്ന് അടിക്കുകയാണെങ്കിൽ അതും എന്ത് ചെയ്യും, ഡാംപ്നെസ്സിന് കാരണമാവും. ഇൻഎഡിക്വേറ്റ് റൂഫ് സ്ലോപ്സ്. പ്രോപ്പർ ആയിട്ടില്ല, നമ്മുടെ വെതർ കണ്ടീഷൻ അനുസരിച്ചുള്ള സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും ഡാംപ്നെസ്സിന് കാരണമാവും. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അത് ഡാംപ്നെസ്സിന് കാരണമാവും. ലീക്കേജ് ഇൻ ദ ബിൽഡിംഗ് കമ്പോണൻസിന് ഉണ്ടാകുന്ന ലീക്കേജ്, മെയിൻ ആയിട്ട് റൂഫിന്റെ ലീക്കേജ്. ഇനി വെതർ പ്രൂഫ് കോസ് ടു ഫ്ലാറ്റ് റൂഫ്. എങ്ങനെ ഒരു ലീക്കി റൂഫിനെ അല്ലെങ്കിൽ ഒരു റൂഫിനെ വെതർ പ്രൂഫ് ആക്കാം അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ആക്കാം? നമുക്ക് താഴെ പറയുന്ന ഏത് ടെക്നിക്കുകളും ഉപയോഗിക്കാം വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ വെതർ പ്രൂഫ് ആക്കാം. നമുക്ക് ഓരോന്ന് ജസ്റ്റ് ബ്രീഫ് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇഞ്ചക്ഷൻ ഗ്രൗട്ടിംഗ് ഫോർ ക്രാക്സ്. ഇഞ്ചക്ഷൻ ഗ്രൗട്ടിംഗ് എന്ന് പറയുന്നത് നോർമലി ഒരു സ്ലാബിൽ എന്തെങ്കിലും അല്ലെങ്കിൽ റൂഫിൽ എന്തെങ്കിലും ക്രാക്കുകൾ ഡെവലപ്പ് ചെയ്താൽ അവിടെ ഹൈ പ്രഷറിൽ ഗ്രൗട്ട് അപ്ലൈ ചെയ്യും. ഗ്രൗട്ട് പ്രത്യേക പമ്പുകൾ ഉപയോഗിച്ച് ഇഞ്ചക്ട് ചെയ്യും ആ ക്രാക്കിലോട്ട്. അത് കുറച്ചുകൂടി റിച്ചർ മോർട്ടാർ ആയിരിക്കും, ഹെവി, അതായത് കുറച്ചുകൂടി സിമന്റ് കണ്ടന്റ് കൂടിയ ഒരു മോർട്ടാർ ഡയറക്റ്റ് ഗ്രൗട്ട് ചെയ്യും പമ്പുകൾ ഉപയോഗിച്ച്. അതാണ് ഇഞ്ചക്ഷൻ എന്ന് ഉദ്ദേശിച്ചത്. ഹെവി പ്രഷറിൽ ഇഞ്ചക്ട് ചെയ്യും. അതാണ് ഇഞ്ചക്ഷൻ ഗ്രൗട്ടിംഗ് ഫോർ ക്രാക്സ്. അത് വലിയ ഹെവി ക്രാക്കുകളൊക്കെ ആണെങ്കിലാണ് ഇഞ്ചക്ഷൻ ഗ്രൗട്ടിംഗ് ഒക്കെ ഉപയോഗിക്കുക. ഇനി ബിറ്റുമൻ കോട്ടിംഗ്. ബിറ്റുമൻ കോട്ടിംഗ് എന്ന് ഉദ്ദേശിച്ചത് മെയിൻ ആയിട്ട് അസ്ഫാൾട്ട് ആണ്, മസ്റ്റിക് അസ്ഫാൾട്ട് കോട്ടിംഗ് ആണ്. ബിറ്റുമൻ കോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് റൂഫുകളാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. ഫ്ലാറ്റ് റൂഫുകളിൽ ഒരു നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റൂഫിന്റെ മുകളിൽ ബിറ്റുമിൻ, ടാറ് പോലത്തെ മെറ്റീരിയൽ, ബിറ്റുമിന്റെ ഒരു കോട്ടിംഗ് കൊടുക്കും. അതിൽ പിന്നീട് അതിന്റെ മുകളിൽ ചിലപ്പോൾ ഒരു മെഷ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ഒരു കോട്ടൺ മെഷ്. അതിന്റെ മുകളിൽ വീണ്ടും ബിറ്റുമിൻ കോട്ടിംഗ് കൊടുക്കും. അതിന്റെ മുകളിൽ കുറച്ച് സ്റ്റാൻഡ് വെതറും. അത് കുറച്ചുകൂടി റഫ് ആക്കാൻ വേണ്ടിയിട്ട്, കാരണം ബിറ്റുമിൻ എന്ന് പറയുന്നത് കുറച്ച് സ്ലിപ്പറി ആയിരിക്കും. ഈ ബിറ്റുമിൻ കോട്ടിംഗ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല. ബിറ്റുമിൻ കോട്ടിംഗ് ചെയ്യുന്നത്
ഒരു സിനിമകളിലൊക്കെ കാണാറുണ്ട്. ശോങ്ഷാങ് റിഡംഷൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടവർക്ക് അറിയാം. അതില് ഇവര് പ്രിസണിൽ വെച്ചിട്ട് അവർക്ക് വർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വർക്കിൽ അവര് ഒരു വൈപ്പർ പോലത്തെ അല്ലെ മെറ്റീരിയൽ സാധനം ടൂൾ വെച്ചിട്ട് ഇങ്ങനെ ബിറ്റുമിൻ കോട്ടിങ് ചെയ്യുന്നുണ്ട് റൂഫിന്റെ മുകളിൽ. അതാണ് ബിറ്റുമിൻ കോട്ടിങ്ങിന്റെ ഒരു എക്സാമ്പിൾ. ഇതാണ് നോർമലി ബിറ്റുമിൻ കോട്ടിങ്സ് യൂസ് ചെയ്യുന്നത്. പിന്നീട് സ്ക്രീഡ് കോൺക്രീറ്റിംഗ്. സ്ക്രീഡ് കോൺക്രീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, PCC ആണ് ചെയ്യുന്നത്. നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിന്റെ മുകളിൽ റൂഫ് ലീക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മുകളിൽ എന്ത് ചെയ്യാം, ഒരു ചെറിയ തിക്നെസ്സിൽ സ്ക്രീഡ് കോൺക്രീറ്റ് ചെയ്യുക. കുറച്ചുകൂടി റിച്ചർ മോർട്ടാർ ഉപയോഗിച്ച് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ്, സ്റ്റീലൊന്നും ഇല്ലാണ്ട് സ്ക്രീഡ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്യുക. സ്ക്രീഡ് കോൺക്രീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. കുറച്ചുകൂടി റിച്ചർ ആയിട്ടുള്ള കോൺക്രീറ്റിംഗ് ചെയ്യുക, ഒരു ലെയർ കോൺക്രീറ്റും കൂടെ അതിന്റെ മുകളിൽ കൊടുക്കുക. ഓക്കെ, അതും നമ്മൾ അങ്ങനെയാവുമ്പോൾ എന്ത് ചെയ്യും, താഴെ ഉണ്ടാകുന്ന ലീക്ക്, താഴോട്ട് വെള്ളം ഇറങ്ങാത്ത കേസ് വരും. ഓക്കെ. എപ്പോക്സി കോൾ ടാർ. എപ്പോക്സി മെറ്റീരിയൽ എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫ് ആണ് നോർമലി. ഇതും വിറ്റമിന്റെ ഒരു വകഭേദം തന്നെയാണ്. കോൾ ടാർ എപ്പോക്സി കോട്ടിംഗ് ഉപയോഗിച്ച് അതും റൂഫിന്റെ മുകളിൽ കോട്ട് ചെയ്യുന്നതാണ് എപ്പോക്സി കോൾ ടാർ എന്ന് പറയുന്നത്. എപ്പോക്സി മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയായിരിക്കും. എപ്പോക്സി മെറ്റീരിയൽ ഒരുപാട് വാട്ടർ പ്രൂഫിങ്ങിന്റെ മേജർ ഉസ്താദാണ് എപ്പോക്സി. എപ്പോക്സി എന്ന് പറയുന്നത് നോർമലി സ്പേസർ ടൈലുകൾ ഉപയോഗിക്കുന്നുണ്ട്. എപ്പോക്സി ആയിരിക്കും. നിങ്ങളുടെ വീടുകൾക്ക് ചില വീടുകൾ ചെയ്തിട്ടുണ്ടാവും. സ്പേസർ, അതായത് ടൈലുകൾ ഗ്യാപ്പ് ഇട്ടിട്ട് പ്ലേസ് ചെയ്യും, സ്പേസർ ഇട്ടിട്ട് അല്ലെ. അതിനകത്ത് എപ്പോക്സി ആണ് ഫില്ല് ചെയ്യുക, എപ്പോക്സി കോട്ടിംഗ് ആണ് ഫില്ല് ചെയ്യുക. പിന്നീട് എപ്പോക്സി പെയിന്റുകൾ വരുന്നുണ്ട്. ചില പ്രൈമർ പെയിന്റുകൾ, പ്രത്യേകിച്ച് സ്റ്റീലുകൾക്ക്, GI സ്റ്റീലുകൾക്ക്, അതുപോലെ തന്നെ GP സ്റ്റീലുകൾക്കൊക്കെ എപ്പോക്സി പ്രൈമർ ആണ് കോട്ട് ചെയ്യുക. അതൊന്നുകൂടി വാട്ടർ പ്രൂഫിംഗ് ആക്കി. നമുക്ക് ചില വീടുകൾക്ക് ഹാൻഡ് റെയിലുകളൊക്കെ, ബാൽക്കണിയിലൊക്കെ ഹാൻഡ് റെയിൽ ഉണ്ടാവും അല്ലെ, പുറത്ത് ഹാൻഡ് റെയിലുകളൊക്കെ പ്രത്യേകിച്ച് ഇരുമ്പ് കൊണ്ട് അല്ലെ, സ്റ്റീൽ കൊണ്ട് അല്ലെങ്കിൽ അയൺ കൊണ്ട് ഉണ്ടാക്കുന്ന ഹാൻഡ് റെയിലുകളൊക്കെ ആണെങ്കിൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പെയിന്റ് ചെയ്യുമ്പോൾ എപ്പോക്സി പ്രൈമർ ഉപയോഗിച്ചാണ് പെയിന്റ് ചെയ്യുക. ആദ്യം എപ്പോക്സി പ്രൈമർ അടിച്ച് അതിന് മുകളിലാണ് പെയിന്റ് ചെയ്യുക. എന്നാൽ കുറച്ചുകൂടി പ്രത്യേകിച്ച് വെള്ളമൊക്കെ കൊള്ളുന്ന സ്ഥലത്താണെങ്കിൽ, വെയിലൊക്കെ കൊള്ളുന്ന സ്ഥലത്താണെങ്കിൽ ഇത്തരം എപ്പോക്സി പ്രൈമർ ആണ് ആ മെറ്റീരിയൽസിന് യൂസ് ചെയ്യും. അതുപോലെ തന്നെയാണ് എപ്പോക്സി കോൾ ടാറും. പിന്നെ എംസീലുകൾ. എംസീൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എംസീൽ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഈ ആസ്പെറ്റോസ് ഷീറ്റുകളൊക്കെ അല്ലെ, ആസ്പെറ്റോസ് ഷീറ്റ്, AC ഷീറ്റ് അല്ലെങ്കിൽ GI ഷീറ്റിനൊക്കെ എവിടെയെങ്കിലും ഒരു ഹോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എംസീൽ, അവിടെ ചെറിയ ഹോളുകളൊക്കെ ആണെങ്കിൽ എംസീൽ ഉപയോഗിച്ച് അത് അടക്കാൻ പറ്റും. എംസീൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 2 ടൈപ്പ് കോമ്പൗണ്ട് ആണ് അത് വരിക. അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാർഡായിട്ട് പോകും. പിന്നെ സിലിക്കോൺ സീലന്റ്. സിലിക്കോൺ സീലന്റുകളാണ് ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. സിലിക്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്പാരന്റും കളേർഡ് ആയിട്ട് വരുന്നുണ്ട്. മെയിൻ ആയിട്ട് ഗ്ലാസ്സുകളിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഗ്ലാസ്സുകളുടെ ജോയിന്റ്സിൽ അടക്കാനൊക്കെ ഈ സിലിക്കോൺ സീലന്റ് ആണ് യൂസ് ചെയ്യുക. ഗ്ലാസ് തമ്മിൽ ഒട്ടിക്കാനൊക്കെ സിലിക്കോൺ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. സിലിക്കോൺ സീലന്റുകൾ നോർമലി യൂസ് ചെയ്യാം ഇൻ കേസ് നമ്മുടെ ഈ അലുമിനിയം ഷീറ്റുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഫാൾട്ടായിട്ട് വല്ല ഡ്രില്ലും ചെയ്ത് ഹോള് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ പിന്നീട് അടക്കുന്നത് സിലിക്കോൺ സീലന്റുകൾ ഉപയോഗിച്ചിട്ടാണ്. ഇത്രയാണ് വാട്ടർ പ്രൂഫിംഗ് അല്ലെങ്കിൽ വെതർ പ്രൂഫിംഗ് ടെക്നിക്സ് നോർമലി റൂഫുകളിൽ യൂസ് ചെയ്യും. ഇത്രയാണ് നമുക്ക് റൂഫിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ഫർദർ ആയിട്ട് റീഡ് ചെയ്യണം. ഒരുപാട് ന്യൂ ടെക്നിക്സിനെ കുറിച്ചൊക്കെ അപ്ഡേറ്റഡ് ആയിരിക്കണം. പുസ്തകത്തിലുള്ള മാത്രമല്ല, പ്രത്യേകിച്ച് സൈറ്റിൽ ഇറങ്ങുമ്പോൾ പുതിയ ടെക്നിക്കുകളെ കുറിച്ചാണ് നിങ്ങൾ അപ്ഡേറ്റഡ് ആവേണ്ടത്. ഈ ഓൾഡ് മെത്തേഡ് താച്ചും സ്ലൈറ്റ് ഒന്നും പഠിച്ചിട്ട് സൈറ്റിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ പുതിയ മെത്തേഡുകൾ ഗൂഗിൾ ചെയ്തിട്ടോ അങ്ങനെ അപ്ഡേറ്റഡ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ സിവിൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം സൈറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗമുള്ളത് നിങ്ങൾ ഏറ്റവും അപ്ഡേറ്റഡ് ആവുക എന്നുള്ളതാണ്.
ഏറ്റവും അപ്ഡേറ്റഡ് ആകുക. പുതിയ പുതിയ മെത്തേഡ്സ്, പുതിയ പുതിയ മെറ്റീരിയൽസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. എനിവേ ഇത്രയാണ് നമുക്ക് റൂഫ് വരുന്നത്. ഇനി ബാക്കിയുള്ള പോർഷൻസ് കൂടെ നമുക്ക് കവർ ചെയ്യാം അടുത്ത ക്ലാസ്സുകളിൽ, 4th മൊഡ്യൂളിൽ വരുന്ന ബാക്കി പോർഷൻസ്. എനിവേ താങ്ക് യു.